ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. ഓം സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ജ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ ദേ നമഃ. ശ്രീലക്ഷ്മീ നമഃ. വരലക്ഷ്മീ നമഃ. ധനലക്ഷ്മീ നമോ. ശ്രീമഹാലക്ഷ്മീ നമോ നമഃ. ശ്രീരാമാവതാരം. സൽസേവ്യനാമവൻ ഭാഗ്യവാനാകയാൽ ലോകൈകനായകനായ നാരായണൻ ലോകരക്ഷാർത്ഥം അവനുടെ പുത്രനായി രാമനാമം പൂണ്ടവതരിച്ചിടിനാൻ. രാമസഹോദരന്മാരുണ്ട് 3 പേര്, ശത്രുഘ്നൻ ലക്ഷ്മണന്മാരും ഭരതനും. ഉത്തമന്മാരവർ രാമനോടൊക്കുമേ. രാമ അവതാര കഥകളും കൗശികമാമുനി തന്നോടുകൂടെ ഗമിച്ചതും. താടകയെ കൊന്നു യാഗവും രക്ഷിച്ചും കേടഹല്ലേക്കു കളഞ്ഞു രക്ഷിച്ചതും. കേടഹല്ലേക്കു കളഞ്ഞു രക്ഷിച്ചതും. വില്ലും മുറിച്ചതു സീതയെ വേട്ടതും. കല്യനാ ഭാർഗവൻ തന്നെ ജയിച്ചതും. താതവചനേന കാടകം പൊക്കതും. പ്രീതനായി ചിത്രകുടാജലേ വാണതും. രാക്ഷസീ തന്നെ വിരൂപണം ചെയ്തതും. രൂക്ഷരായുള്ള ഖരാതിയെ കൊന്നതും. രാവണനാലവകൃതയാം സീതയേ. രാവണനാലവകൃതയാം സീതയെ കാനനം തോറും തിരഞ്ഞു നടന്നതും. സുഗ്രീവസഖ്യം കഴിച്ചതും ബാലിയെ നിഗ്രഹം ചെയ്തതും. സേതു ബന്ധിച്ചതും. രാവണൻ തന്നെ സകുലം വധിച്ചതും. പാവകശുദ്ധയാം ദേവിയെ വീണ്ടതും. രാജ്യാഭിഷേകവും ചെയ്തു ജനങ്ങളാല് പൂജ്യനായി രാജ്യവും പാലിച്ചു വാണതും. ഭാര്യയെ കാനനം തന്നിൽ കളഞ്ഞതും. കാര്യം കഴിച്ചാത്മലോകം ഗമിച്ചതും. ഇത്തരം നാരായണൻ കഥ ഒക്കെയും വിസ്തരിച്ച് അത്യന്തരമ്യമായി തഥാ മുന്നം മഹാമുനി വാൽമീകി തീർത്തതും. 3 ലോകത്തിലും വ്യാപിച്ചിരിക്കയാല് ഉത്തമ താപസന്മാരരുൾ ചെയ്തിട്ടും. വൃത്തിപദേ കേട്ടിരിക്കുമല്ലോ ഭവാന് എന്നതുകൊണ്ടു വിസ്തരിക്കുന്നതില്ലെന്ന് അതിനപ്പുറം കേട്ടുകൊള്ളുക ഭവാൻ. രാമചന്ദ്രൻ തൻ്റെ പുത്രനല്ലോ കുശൻ. കോമളനാമവൻ പുത്രനാദിതിയും. പുത്രനാ വന്നോ നിഷദൻ തതോ നവ സത്തമൻ പുണ്ടരികാഖ്യനായൻ അവൻ. പുണ്ടരാഖ്യാനവൻ മകൻ ക്ഷേമധന്യാവു വന്നു ദേവാനിക നാമവൻ. തൽസുതദർശനാവൻ മകൻ
തൽസൂതൻ പാരിയാത്രൻ ബലൻ സൽസൂതൻ വിന്ദോരനലനൻ തന്നുടേ നന്ദനൻ വജ്രനാഭൻ തസ്യ പുത്രൻ സുഗണനും പൂജ്യനായുള്ള വിതൃതിതൻ നന്ദനൻ പുത്രന വന്നു ഹിരണ്യനാഭൻ നൃപൻ തത്രയാചാര്യനായി വന്നാനവൻ താനും തൽസൂതൻ പുഷ്യൻ ധ്രുവസന്ധി തൽസുതൻ തൽസൂതനല്ലോ സുദർശന ഭൂപതി തസ്യാഗ്നിവർണ്ണൻ സുതൻ തസ്യാശീക്രനം തസ്യാത്മജൻ മരുവെന്ന നരേശ്വരൻ സൂര്യവംശം കലികാലം കഴിയുന്ന നേരം നശിച്ചിതു പിന്നെയുണ്ടാകുവാന് കലാപമാഗ്രാമേ വസിക്കുന്നവനതി ധന്യനവൻ മഹായോഗബലാന്യതൻ ഉത്തമനാമവൻ പുത്രൻ പ്രസുശ്രുതൻ പുത്രനദാ സന്ധി തസ്മാദ അമർഷണൻ പുത്രൻ മകസ്വവാ വിശ്വസമൻ പുത്രനാ വന്നു മൃഗൽബീലവീര്യവാന് കൊന്നാനവനെ വിജയൻ്റെ ണാങ്കണേ ചൊന്നേ കഴിഞ്ഞോരു ഭൂപതിമാരെ ഞാന് മേലിലുണ്ടാകുന്നവരെയും ചൊല്ലുവൻ ചാലേ ബൃഹദ്ബലപുത്രൻ ബൃഹദ്രണൻ തൽസൂതനുണ്ടാമൊരു ക്രിയ ഭൂപതി വത്സനെന്നാദിയായി വൃദ്ധനാവൻ മകൻ പുത്രൻ പ്രതിവ്യോമനും ഭരതൻ മകൻ പുത്രൻ ദിവാർക്കൻ തഥാ സഹദേവനും പുത്രൻ മൃഗദർശനും സൂതൻ ഭാനുമാനും പുത്രനാ വന്നു പ്രതിഹാസ്യ ഭൂപതി തൽസൂതൻ സുപ്രീതികൻ മരുദേവനാം തൽസൂതൻ തൽപുത്രനും സുനക്ഷത്രകൻ പുത്രനുരുഷകൻ തസ്യാന്തരീക്ഷനും പുത്രൻ സുതവസ മിത്രജിൽ തൽസുതൻ തന്നന്ദനൻ മൃഗജോൽ ജനവൻ മകൻ പിന്നെ സുഹൃതൻ ജയന്തൻ മകൻ പുത്രൻ രണജ്ഞയൻ ശാക്യാനവനുമശുദ്ധോദന സൂതൻ ലാംഗലൻ തൽസൂതൻ തസ്യ പ്രസേനജിൽ തൽസൂതൻ സുരതൻ പുത്രൻ സുരതനുടൻ വസുമിത്രനും ഇത്തം പ്രഗൽബലവംശമുണ്ടായി വരും ഇത്തമീ വംശം സുമിത്രജാമായി വരും വൃത്തിയിൽ പിന്നെയൊടുക്കം കലിയുകെ മുന്നമിക്ഷാകുവിൻ പുത്രനാകും നിമി നന്നായി വരിച്ചു യാഗാർത്ഥം വസിഷ്ഠനെയും മുന്നം മഹേന്ദ്രൻ ഭരിച്ചതു കാരണം നന്നായതു കഴിച്ചിങ്ങു വന്നിടുവൻ എന്നരുൾ ചെയ്തെഴുന്നള്ളി വസിഷ്ഠനും മന്നവനൊട്ടുമേ സൗഖ്യം വരാകയാൽ ചെറ്റുനാൾ പാർത്തു വസിഷ്ഠനെ കാണാഞ്ഞു മറ്റും മുനിവരന്മാരെ വരിച്ചുടൻ യാഗം തുടങ്ങിയ നേരം മഹേന്ദ്രൻ്റെ യാഗം കഴിച്ചിങ്ങു വന്നു വസിഷ്ഠനും യാഗം തുടർന്നതു കണ്ടോ കുപിതനായി വേഗേന ഭൂപതി തന്നെ ശപിച്ചിതേ നമ്മെയും ധിക്കരിച്ചിത്തരം ചെയ്തോരു ദുർമതേ നിന്നുടെ ദേഹം പതിച്ചുപോ
എന്നു ശപിച്ചതു കേട്ടു നരേന്ദ്രനും വന്ന കോപേന ശപിച്ചാൽ വസിഷ്ഠനെ. ലോഭം നിനയ്ക്കയാൽ എന്നെ ഉപേക്ഷിച്ച് ലോഭിയാകും തപദേഹവും വീണുപോവും. അന്യോന്യമേവം ശപിച്ചാൽ ഇരുവരും വന്നിതവർക്കു ശരീരവാദം ക്ഷണം. മിത്രവരുണ തനയനായ ഉർവശി പുത്രഭാവേന ജനിച്ചാൻ വസിഷ്ഠനും. ഭൂപതി തന്നെ ദേഹം നശിക്കാതെ താപസന്മാർ പരിപാലിച്ച് അനന്തരം യജ്ഞം സമർപ്പിച്ചു ദേവതമാരോട്. വിജ്ഞാനികളാ മുനികൾ കരുണയായി ഭൂപതി ദേഹമുണരുവാൻ അർത്ഥിച്ചും. ഭൂപതി താനതു കേട്ടു ചൊല്ലിടിനാൻ. ദേഹമനിത്യം ജരാവ്യാധിഭാജനം മോഹപ്രദം ബന്ധകാരണമാകയാല് ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും. ദേഹമല്ലോ ശോകകാരണം ദേഹിനാം. ആകയാൽ ദേഹത്തിനാഗ്രഹമില്ലമേ ശോകം വരുത്തുവാനാശയുണ്ടാകുമോ എന്നതു കേട്ടരുൾ ചെയ്തു മുനികളും. ഇന്നു ദേഹം വീണമൂലം വിദേഹനായി ഉത്തമനാഭവാൻ. മനുഷ്യരുടെ നേത്രങ്ങളിൽ ഇന്നു തൊട്ട് വസിച്ചാലും എന്നാൽ നിമേഷണോന്മേഷങ്ങളുണ്ടാകും. എന്നാൽ ഭവാനും യശസ്സുണ്ടായി വരും. ജ്ഞാനവുമുണ്ടാം നിനക്കെന്നു കേൾക്കയാല് മാനവശ്രേഷ്ഠൻ വസിച്ചു നേത്രങ്ങളിൽ. അന്നു തുടങ്ങി നിമേഷണോന്മേഷങ്ങൾ വന്നു നരന്മാർക്ക് മുന്നമില്ലാർക്കുമേ. പുത്രൻ ഇല്ലാഞ്ഞു മുനികൾ നിമിയുടെ ഗാത്രം കടഞ്ഞളവുണ്ടായി. നന്ദനൻ തന്നെ ജനിച്ചതു മൂലം ജനകനായി. പിന്നെ മിഥിലനെന്നാക്യമതിക്കയാല് പിന്നെ വൈദേഹനെന്നാക്യ മൂന്നാമതും വന്നു വിദേഹന്റെ നന്ദനനാകയാല്. നല്ല മിഥിലൻ ചമച്ച പുരത്തിനു ചൊല്ലുന്ന നാമം മിഥിലയെന്നേ വരും. ഹരേ ഹരേ ഭഗവാനേ. ഓം നമഃ ശിവായ. ഹരേ കൃഷ്ണായ. അടുത്ത ഭാഗം നാളെ.